നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താന്നുള്ളതാണ്. എന്താണ് അവര് ഈ ഒരു റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത്, മുന്നോട്ട് അവരെങ്ങനെയാണ് ഈ റിലേഷൻ കാണുന്നത് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. Eight of Wands, Knight of Pentacles, Two of Cups, Queen of Wands, Ace of Swords, The Magician, Knight of Swords, Seven of Swords, Three of Swords, Death card, World, the High Priestess, Five of Cups, Eight of Swords, Nine of Pentacles, Seven of Wands, Four of Pentacles, Nine of Cups. ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ഹൈ പ്രീസ്റ്റസ് കാർഡ് കാണിക്കുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ള റിലേഷൻ ആണ് നിങ്ങളുടെ എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ ടു ഓഫ് കപ്സും കാണിക്കുന്നുണ്ട്. ഈ രണ്ട് കാർഡ്സും വരുമ്പോൾ നമുക്കിതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഒരു സ്പിരിച്വാലിറ്റിയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യിക്കുന്ന ഒരു കണക്ഷനാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷനിലോട്ട് വന്നതിന് ശേഷം ഇവിടെ ബോട്ടം എനർജി വന്നിട്ടുള്ളത് സിക്സ് ഓഫ് കപ്സ് ആണ്, അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു റിലേഷനിലോട്ട് നിങ്ങൾ വന്നിട്ടുള്ളത്, നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു പേഴ്സൺ വന്നിട്ടുള്ളതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒന്നുകൂടി സ്പിരിച്വൽ ആവാൻ, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആവാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാവ്യവസ്ത്രമൊക്കെ എടുത്ത് സന്യാസിയായിട്ട് ഹിമാലയത്തിലോട്ട് പോകാനൊന്നുള്ളതല്ല. അതായത് ആ ലെവലിലോട്ടുള്ള കാര്യമല്ല ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്നത്. അതായത് സ്പിരിച്വൽ ആവാ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ കുടുംബജീവിതം അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്പിരിച്വൽ ആവാൻ നമുക്ക് പറ്റും. ആ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ അറിയുക, അല്ലെങ്കിൽ നമ്മളിലേക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. മറ്റുള്ളവരുടെ ഇമോഷൻസ്, അവർ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടും. ആ ഒരു ലെവലിൽ നിന്ന് മാറി നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കി നിങ്ങളിൽ തന്നെ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ്, അതാണ് ഞാൻ ഈ പറയുന്ന സ്പിരിച്വൽ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് പെയിൻ ആണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ പെയിൻഫുൾ ആയിട്ടാണ് ഈ റിലേഷനിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിക്കുന്നത് കൊണ്ടല്ല, അവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്ക് പറയുക, നിങ്ങളെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് തരം താഴ്ത്തി കാണുക, അങ്ങനെയുള്ളതല്ല ഇവിടെ കാണുന്നത്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ ചില സമയത്ത് അവർ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെയാണ് അവർ ഈ റിലേഷൻ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നിങ്ങളെ ഈ ഒരു പേഴ്സൺ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകുന്നു. ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് വേദനകളാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ അവർ
എപ്പോഴും, അതായത് അവരുടെ ഈ റിലേഷനിൽ നിൽക്കുമ്പോൾ അവർ അവരുടേതായ കാര്യങ്ങളിലോട്ട് ചില സമയത്ത് ഫോക്കസ്ഡ് ആവുമ്പോൾ, അപ്പോൾ ഈ റിലേഷനിൽ അവർ മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത് പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ കാരണം നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ പേഴ്സണിലോട്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവരുടെ എനർജി കിട്ടാതാവുകയും നിങ്ങൾ പെയിൻഫുൾ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് എന്താണ് ഈ റിലേഷൻ എന്ന് പോലും അറിയാതെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻ വരുന്നത്. അതായത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി, നിങ്ങളുടെ സോളിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സത്യത്തിൽ ഇവിടെ അവരുടെ ഇമോഷൻസ് നിങ്ങളോട് ഒരുപാട് പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കില്ല. അവർ ഹൈഡ് ചെയ്തായിട്ട് നിൽക്കുന്നുണ്ടാവാം. അവർ നിങ്ങളോടുള്ള സ്നേഹം അങ്ങനെ എപ്പോഴും എക്സ്പ്രസ് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരു പെയിനാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് അതൊക്കെ പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ഇവർ നിങ്ങളിൽ നിന്ന് അകൽച്ച വെച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ മാറിപ്പോവാണ് കംപ്ലീറ്റ്ലി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷനെ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് അവർ വരുന്ന സമയത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. കാരണം നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതാവുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ ഈ ഒരു വ്യക്തിയിലോട്ട് ഫോക്കസ്ഡ് ആവുന്നത്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളെ, ഇപ്പം നിങ്ങളുടെ അച്ഛൻ ഗൾഫിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരാളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ദിവസത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ദിവസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒരു ദിവസമൊക്കെ ആയിരിക്കും നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക. എന്ന് കരുതി നിങ്ങളുടെ ഫാദറിന് നിങ്ങളോട് ഇഷ്ടമില്ല എന്നുള്ള അർത്ഥമില്ല. അവർ നിങ്ങൾക്ക് വേണ്ടി അവിടെ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഈ റിലേഷനും കാണുക. അതായത് അവർ ഫ്രീ ആവുമ്പോൾ നിങ്ങളിലേക്ക് വരട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ നിൽക്കുക. നിങ്ങൾ അവരുടെ വർക്ക് ചെയ്യാനും അവരുടെ ലൈഫിലെ കാര്യങ്ങൾ ശരിയാക്കാനും നിൽക്കുമ്പോൾ അതിന് നിങ്ങൾ അനുവദിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു റിലേഷനിൽ നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ഒരു ഇമോഷണലി ഉള്ള ഒരുപാട് ഒരു അഡിക്ഷൻ പോലെയുള്ള അറ്റാച്ച്മെന്റ് നിങ്ങൾ മാറ്റി വെച്ച് വേണം നിങ്ങൾ റിലേഷനിൽ മുന്നോട്ട് പോകാൻ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് സത്യത്തിൽ ഈ ഒരു പെയിൻ വരുന്നത്, വിഷമം വരുന്നതൊക്കെ. ഓക്കെ, അവരുടെ മനസ്സിൽ ഈ റിലേഷൻഷിപ്പ് ഒരു ആഗ്രഹമാണ്, നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ അവർ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകണം, ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ സ്റ്റാർട്ടിങ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങൾ കരുതുന്നത് അവരുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ കാരണം ആണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ നിങ്ങളിൽ നിന്ന് അകൽച്ച വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് കൊണ്ട് ഈ റിലേഷൻ എൻഡ് ആയി പോയി എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിലോട്ട് ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർ ആ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും അവരവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. കാരണം അവർക്ക് നിങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ചിലർക്കാണ് ഇങ്ങനെ ഒരു എല്ലാവർക്കും റെസനേറ്റ് ആയിക്കോളണമെന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ അവർ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസിൽ തൽക്കാലത്തോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ്ലി വിട്ട് അവർ പോയതായിട്ട് കാണുന്നില്ല. അവർക്ക് ഈ തേർഡ് പാർട്ടിയുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ ഒന്നുമില്ല. അവരുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടി മാത്രം തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അവരുമായിട്ടൊരു കണക്ഷൻ വെച്ചു എന്ന് മാത്രം. പക്ഷെ അതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ സ്നേഹബന്ധമോ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനെ അങ്ങനെ തെറ്റിദ്ധരിച്ച് കാണേണ്ട കാര്യങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അതായത് ഈ പേഴ്സൺ നിങ്ങളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി, അല്ലെങ്കിൽ ഈ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഫീലിങ്ങിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്നൊരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരും. അത് മാത്രമല്ല, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ലെസൺസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് ഈ പേഴ്സണെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പേഴ്സണിലോട്ട് മാത്രം, അതായത് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അവരിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് നിന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരിക്കലും സമാധാനമോ സന്തോഷമോ ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ഇത് ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം നിങ്ങൾ അതിനെ കാണുക. അല്ലാതെ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ഇമോഷൻസും മൊത്തം ഡീൽ ചെയ്യുന്നത് ഈ ഒരു റിലേഷനായിട്ട് മാറരുത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണായിട്ട് മാറരുത്. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ വേണ്ട എന്നുള്ള രീതിയിലോട്ടൊക്കെ നിങ്ങളുടെ മനസ്സ് പോകുന്നത്.
ഓക്കെ. പിന്നെ ഞാൻ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ എനർജി ലെവൽ ഹയർ ആക്കണം, നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലോട്ട് വരണം എന്നുള്ളത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ചിലരൊക്കെ പറയുന്നുണ്ട്, അതായത് കമൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, അവർ എന്താണ് എനർജി ലെവൽ ഹയർ ആക്കാൻ പറയുമ്പോൾ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു റിലേഷൻ കിട്ടില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അപ്പോഴും നിങ്ങൾ മടിയന്മാരാണ്, നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അത് ഉൾക്കൊള്ളാനെങ്കിലും ശ്രമിക്കും. പിന്നെ ഞാനും നിങ്ങളോട് അത്രയും വലിയ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, അത് മനസ്സിലാക്കുന്നവർ വളരെ ചുരുക്കമുള്ളൂ. കാരണം ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവില്ലാത്ത ആളുകളാണ് സത്യം പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് അതിനെ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. മിഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിലൊരു മിഷനിലാണ് എന്നുള്ളതാണ്. അവരുടേതായ കാര്യങ്ങൾ അല്ലെങ്കിൽ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ റെഡി ആക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ. ഐ ലവ് യു എന്നാണ്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അതാണ് അവർ തുറന്നു പറയുന്നത്. ഓക്കെ. ബ്ലെസ്ഡ് എന്നാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അവർക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോറി എന്ന് പറയുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു വിഷമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് സോറി പറയുന്നു. നിങ്ങൾ ആ സമയത്ത് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കൊണ്ടുപോവേണ്ടി വന്നതിൽ അവർ സോറി പറയുന്നു. ഇൻറ്റൻസിറ്റി എന്നാണ്. നിങ്ങളുടെ റിലേഷൻ്റെ ഒരു ആഴം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ആഴം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും കംപ്ലീറ്റ്ലി അകന്നു പോവുകയല്ലേ ചെയ്യാം. അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻ്റെ ഒരു ഡെപ്ത് കാരണമാണ്. ഓക്കെ. നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ്. നിങ്ങൾ സംസാരം, അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് വേണം നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ, അല്ലെങ്കിൽ അതൊരു കൺഫ്യൂഷന് കാരണമാവും. ഓക്കെ. സക്സസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വരും. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വിഷമിച്ച് നിൽക്കുന്നവരാണെങ്കിൽ അതിൽ ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എൻ, ലെറ്റർ സി, മാർച്ച് 1999, പൂരാടം സെപ്റ്റംബർ, ജൂലൈ, അശ്വതി, പൂയം, വിശാഖം, ഉത്രാടം, തിരുവാതിര, നവംബർ 2001, ചിത്തിര, മകം 1986,
ലെറ്റർ യു, ലെറ്റർ ബി, ലെറ്റർ എ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.